ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഓണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന 1 മാർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഈ ചോദ്യങ്ങൾ എക്സാമിന് ഉറപ്പാണ് മക്കളെ. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാണ്. വാട്ട് ഈസ് ദ പവർ ഓഫ് എ ലെൻസ് ഹാവിംഗ് ഫോക്കൽ 100 സെന്റിമീറ്റർ? ഫോക്കസ് ദൂരം 100 സെന്റിമീറ്റർ ഉള്ള ലെൻസിന്റെ പവർ എത്രയാണ് ചോദ്യം. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എങ്ങനെയാണ്? പവർ ഈസ് ഈക്വൽ ടു 1/f ആണ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി ഇത്ര മാത്രം ചെയ്താൽ മതി, 100a/f ചെയ്താൽ മതി. അതായത് ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിൾ ആണ്. എപ്പോ മാത്രം സെന്റിമീറ്റർ ആണെങ്കിൽ കേട്ടോ, സെന്റിമീറ്റർ തരിക. മീറ്ററിലാണെങ്കിൽ ചെയ്യാൻ പോരുത്. അപ്പൊ നിങ്ങൾ നേരെ 1/f ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. Find the correct lens equation. നിങ്ങൾ ഓൾറെഡി ശരി ടീച്ചിട്ടുണ്ടല്ലോ. കറക്റ്റ് ആണ്, ടെൻഷൻ അടിക്കണ്ട. ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. കാരണം ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോകില്ല. സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് സെറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഒബ്ജക്ട് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ഓഫ് എ കോൺവെക്സ് ലെൻസ്. നാച്ചുറൽ ഓഫ് ദി ഇമേജ്. വസ്തു കോൺവെക്സ് ലെൻസിന്റെ ഓക്കും എഫിനും ഇടയിലാണ് വെച്ചത്. അങ്ങനെ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ഇതാണ് പറഞ്ഞത്. പറഞ്ഞു കൊടുക്കും, വേഗം പറഞ്ഞു. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ പ്രതിബിംബത്തിന്റെ സവിശേഷത പറഞ്ഞാൽ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് ആയിരിക്കും, അല്ലെ വലുതായിരിക്കും, അതിന്റെ കൂടെ വെർച്വൽ ആയിരിക്കും, അല്ലെങ്കിൽ മിഥ്യാപ്രതിബിംബമായിരിക്കും. ഇതാണ് കിട്ടുക. യെസ്, അത്രയുള്ള പരിപാടി. ഏതാ ഓപ്ഷൻ? വെർച്വൽ ആൻഡ് എൻലാർജ്ഡ്. ഓൾറെഡി പറഞ്ഞിട്ട് പിന്നെ ഓക്കേ. അടുത്ത ചോദ്യം. ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ്. എന്തായിരിക്കും കോൺകേവ് ലെൻസിന്റെ ഫോക്കസ്? 0 ആണോ, പോസിറ്റീവ് ആണോ, റിയൽ അല്ലെങ്കിൽ യഥാർത്ഥമാണോ, വിർച്വൽ അല്ലെങ്കിൽ മിഥ്യയാണോ? പറയൂ. ഒരു കോൺകേവ് ലെൻസിന്റെ ആണ്, കോൺകേവ് ആണ് അല്ലേ? സോ കോൺകേവിന്റെ ഫോക്കസ് മക്കളെ അത് വെർച്വൽ ആണ്, മറന്നു പോകരുത്. എന്താണ്? വെർച്വൽ ആണ് കേട്ടോ, മിഥ്യയാണ്. സോ ഇതാണ് ഉത്തരം. യെസ്, റെഡി അല്ലേ? കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പറയും, മറക്കരുത്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് എ സ്വിംഗ് എക്സിബിറ്റ്? ഒരു ഊഞ്ഞാലിന്റെ ചലനം ഏത് തരം ചലനം? സർക്കുലർ അഥവാ വർത്തുള ചലനാണോ, ലീനിയർ അഥവാ രേഖീയാണോ, ഓസിലേറ്റർ അഥവാ ദോലനാണോ, റൊട്ടേഷൻ അഥവാ ഭ്രമണാണോ? ദോലനം. ദോലനം അഥവാ ദോലനാണ്. What is the initial position of a swing when it is start oscillating? ഒരു ഊഞ്ഞാൽ ദോലനം ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രാരംഭ സ്ഥാനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നമ്മുടെ തുലന സ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുക. അടുത്ത ചോദ്യം. What is the maximum displacement from equilibrium called? Yes, തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് നമ്മൾ വിളിക്കുക. മറക്കണ്ട, വളരെ പ്രധാനപ്പെട്ടത്. If a pendulum completes 30 oscillation in 60 seconds, what is its period? മകളെ, പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചാൽ T = T/n ആണ് കേട്ടോ. ചെറിയ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 60 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ദോലനങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് 30 ആണ്. യെസ്, അപ്പൊ ആൻസർ വരിക 2 സെക്കൻഡ് അല്ലേ? സോ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ തന്നെ വരാറുണ്ട്. നമുക്ക് ആവൃത്തി കാണാൻ വേണ്ടി, ഫ്രീക്വൻസി കാണാൻ വേണ്ടി ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫ്രീക്വൻസിന്റെ നേരെ വ്യുൽക്രമമാണ് ആര്? പീരീഡ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ വിശദമായി നമുക്ക് ഇവിടെ പഠിക്കാം, ലൈവിൽ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് പെൻഡുലം ഫ്രീക്വൻസി ചേഞ്ചസ് വിത്ത് ഇൻക്രീസിംഗ് ലെങ്ത്? നീളം കൂടുന്നതനുസരിച്ച് പെൻഡുലത്തിന്റെ ആവൃത്തി എങ്ങനെയാണ് മാറുന്നത്? നീളം കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി അഥവാ ആവൃത്തി കൂടുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ലൈവ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? ഓൾറെഡി പറഞ്ഞു പറഞ്ഞു. റെസിപ്രോക്കൽ ആണ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. What does a 256 hertz make marking on a tuning fork indicate? ഒരു ട്യൂണിംഗ് ഫോർക്കിൽ 256 ഹെർട്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഹെർട്സ് ആണ് മക്കളെ. ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? എന്തിന്റെ യൂണിറ്റാ? ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ ആവൃത്തിയുടെ യൂണിറ്റ് ആണ് അല്ലെ? അപ്പൊ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇത് ആവൃത്തിനെ അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തിനെ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. From the following find which does not affect natural frequency. Does not affect ആണ്, സ്വാധീനിക്കാത്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലെങ്ത് സ്വാധീനിക്കുന്നുണ്ട്, പിന്നെ ഇലാസ്തികത സ്വാധീനിക്കുന്നുണ്ട്, കളർ കാണിക്കുന്നില്ല. യെസ്, കളർ സ്വാധീനിക്കുന്നില്ല. യെസ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പൊ സ്വാധീനിക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ? പിന്നെ മൂന്നാളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിറം പച്ച കളറിലേതും നീല കളറിലൊന്നും കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഡാഷ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്, മറന്നു പോകരുത്. അനുദൈർഘ്യ തരംഗത്തിൽ കണികകൾ പദാർത്ഥത്തിന്റെ സഞ്ചാരപാതയ്ക്ക് ഡാഷ് ആയി കമ്പനി ചെയ്യും. സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ് കമ്പനി ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാ അത് പഠിക്കുന്നത് അല്ലേ? ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ കണിക കണിക ഇങ്ങനെ പോകുന്നു, അതേപോലെ തന്നെ വേവും അങ്ങനെ തന്നെ പോകുന്നു. രണ്ടും പാരലായിട്ടാണ്, സമാന്തരമായിട്ടാണ്. അടുത്ത ചോദ്യം. വിച്ച് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്? സൗണ്ട്, ശബ്ദം ഒരിക്കലും ട്രാൻസ്വേഴ്സ് വേവ് അല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? സീസ്മിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗമാണ്. പക്ഷെ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ആണല്ലോ അല്ലെ? അത് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ് അല്ലെ? അനുദൈർഘ്യ തരംഗമാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, കൊടുത്തത് ഇവിടെ മാറിപ്പോയി. അത് കുഴപ്പമില്ല, അത് അനുപ്രസ്ഥ. മക്കളെ
ക്ലിയർ ആണല്ലോ? ഇതിൽ ഏതാണ് അനുപ്രസ്ഥം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെറ്റ് അല്ലേ? സാർ പറഞ്ഞ കറക്റ്റ് ആണ്. Yes. മുന്നോട്ടേക്ക് പോവാം. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ മിനിമം ഡിസ്റ്റൻസ് ഫോർ എൻ എക്കോ ഇൻ എയർ. അതായത് വായുവിൽ പ്രതിധ്വനി ഉണ്ടാക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം എത്രയാണ്? എത്ര ദൂരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കോട് പറയണം. ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം. അതെ, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ 17.5 മീറ്റർ വേണം. 17.5 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിധ്വനി കേൾക്കാൻ സാധിക്കുള്ളൂ. Yes. ഇതെന്താന്ന് വിശദമായി നിങ്ങൾക്ക് പറയാം, ലൈവിൽ പറയാം. ഓക്കെ. യെസ്. Dash is the sound heard after a while due to the reflection of the initial sound. ആദ്യ ശബ്ദം കേട്ടതിന് ശേഷം അതേ ശബ്ദം വീണ്ടും നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിധ്വനി, അല്ലെങ്കിൽ എന്താ വിളിക്കുക, നമ്മൾ വിളിക്കുന്നു എക്കോ. എക്കോ എന്ന് വിളിക്കുന്നു. എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി എല്ലാം നമുക്ക് സംസാരിക്കാനുണ്ട്. എന്താ റിയോർബേഷൻ, എന്താ റെസൊണൻസ്, എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലൈവിൽ വിശദമായിട്ട് പറയാം കേട്ടോ. യെസ്. Which branch of science studied seismic waves? സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സീസ്മോളജി. നിങ്ങൾ ബയോളജി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ, പഠിക്കുന്ന ബ്രാഞ്ച് ആണ് സീസ്മോളജി. ഓക്കെ. The sound waves that the Galton whistle produce. ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കാൻ കഴിയുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ആ ശബ്ദം അറിയാലോ? നായന്റെ അല്ലെങ്കിൽ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കാനാണ്. അൾട്രാസോണിക് ശബ്ദങ്ങളാണ് കേട്ടോ. അൾട്രാസോണിക് ആണ്. ഏകദേശം 30 കിലോ ഹെർട്സ് ആണ് ഇവരുണ്ടാക്കുന്ന ശബ്ദം. അതും ചിലപ്പോൾ ചോദിക്കാം. തിന്നർ ഇൻ ദ സെന്റർ കോൺകേവ് ലെൻസ് ആണെങ്കിൽ മധ്യഭാഗത്ത് കനം കുറവാണ് കോൺകേവ് ലെൻസിന് എന്ന് പറയുന്നു. തിക്കർ അറ്റ് എഡ്ജ് ആരാണ് ചോദിക്കുന്നത്? തിക്കർ അറ്റ് എഡ്ജ് മാറി പോകാൻ പാടില്ല. പലപ്പോഴും ഇതൊക്കെ തെറ്റിക്കാൻ വേണ്ടി മാത്രം തരുന്ന ചോദ്യമാണ്. ഇവിടെ കനം കുറവാണ്, ഇവിടെ കനം കൂടുതലാണ്. അപ്പൊ ഇതും എന്തെന്നെയാ? കോൺകേവ് ലെൻസ് തന്നെയാണ് ആൻസർ വരിക കേട്ടോ. ഇതും സെയിം കോൺകേവ് തന്നെയാണ് ആൻസർ വരിക. നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്ത് പോവും? കോൺവെക്സ് ഇത് ഒന്ന് വരച്ചു നോക്കിയത് ചെയ്യുന്ന വിഷയമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എ സൗണ്ട് വേവ് എൻറ്റേഴ്സ് വാട്ടർ ഫ്രം എയർ. വാട്ട് ഹാപ്പൻ ടു ഇറ്റ്സ് വേവ് ലെങ്ത്? ഒരു ശബ്ദ തരംഗം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിന്റെ തരംഗ ദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു? നിന്ന് വെള്ളത്തിലേക്ക്. ശ്രദ്ധിക്കണം, സൗണ്ട് ആണ്, ലൈറ്റ് അല്ല. യെസ്, പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും. സോ ഇവിടെ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്? നമ്മള് വേവ് ലെങ്തിനെ പറ്റി സംസാരിക്കാനുണ്ട് അല്ലെ? മാറുന്നത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവിൽ സംസാരിക്കാം. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കൂടുന്നു എന്നാണ്. ബാക്കി നമുക്ക് ലൈവ് പറയാം. തീർച്ചയായും നല്ലത്. ഇപ്പൊ പറഞ്ഞാലും തീരുമല്ല, അത്രയും പറയാനുണ്ട്. സോ മസ്റ്റ് ലൈവിൽ വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവ് ഉണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ലൈവ് ഉണ്ട്. തിങ്കളാഴ്ച എക്സാം ഡേ ആണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടുപേരാക്കണം. നിങ്ങൾ എല്ലാവരും കൂട്ടി എന്ത് ചെയ്യുക? നേരം കൂടെ വരിക. അടിപൊളിയായിട്ട് ലൈവ് കാണുക. ഫുൾ A+ എത്തിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചു കൊടുക്കുക അല്ലേ? എന്താ? ഞങ്ങൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ഒരു സംശയമില്ല. സെറ്റ് ആയി തരും. ഓക്കെ, ബൈ.